ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാ ഫ്രണ്ട്സിനും സുഖമല്ലേ? ഞാനും സുഖമായി ഹാപ്പിയായി ഞങ്ങളും ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ലോങ് വീഡിയോ ഇടാനും ഒന്നിനും നേരമില്ല. ആശുക്കുട്ടിക്ക് പനിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോ ഒക്കെ ഒന്ന് ഇടാൻ വൈകിയത്. അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാരെ വീഡിയോ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് അത് കുറച്ചും കൂടി വീഡിയോകൾ ഇടാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ലോങ് വീഡിയോ ഇടാത്തത് മെയിൻ അതാണ്, ഒരു സപ്പോർട്ടിങ് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇന്ന് പിന്നെ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് മെല്ലെ സാവധാനം സ്ലോവിലി ആയിട്ട് മെല്ലെ ചെയ്താൽ മതി. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണമെന്നൊന്നുമില്ല, അതുകൊണ്ടാണ് മെല്ലെ പതിയെ ചെയ്യണത്. സാറ്റർഡേ വീഡിയോ ആണ് കേട്ടോ. പിന്നെ സ്കൂളുള്ള ദിവസമാണെങ്കിൽ ലോങ് വീഡിയോയും ഒക്കെ അവരുടെ തിരക്കും ഒക്കെ കൂടി ഒന്നിനും പറ്റില്ല. അപ്പോൾ പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഈ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാവുന്നതാണ്. ഇന്നലെ രാത്രി കഴുകി വെച്ചു, എന്നാലും കുറച്ച് പാത്രം പിന്നെയും വന്നടോ. നമ്മൾ കഴുകുന്തോറും വരുന്നതാണല്ലോ ഈ പാത്രങ്ങൾ. അപ്പോൾ പിന്നെ അത് കഴുകാൻ നിന്നില്ല. അപ്പോൾ നാളെ സ്കൂളില്ലല്ലോ, എന്നാലും രാവിലെ വേഗം കഴുകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു. അപ്പോൾ ആ പാത്രങ്ങളാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. തലേന്ന് കടല കുതിർത്ത് വെച്ചാണ്. അപ്പോൾ നമുക്കത് കഴുകിയിട്ട് കറിക്കുള്ളത് നോക്കാം. രാവിലെ നൂലുപുട്ടും കടലക്കറിയും വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കുക്കറിലിട്ട് കൊടുത്തിട്ട് നമുക്ക് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതൊന്ന് ചതച്ചത് കേട്ടോ, അതും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാ പൊടികളും ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുക്കറിലായ വേഗം എളുപ്പപ്പണിയാണല്ലോ. ഇന്നിപ്പോൾ എളുപ്പപ്പണിയിലാണ്. മെല്ലെയും ചെയ്യുക, എളുപ്പപ്പണിയിലേക്ക് നോക്കാവണ്ട, പിന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഇനി നൂലുപുട്ടിന് വാട്ടാനുള്ള പൊടി കറക്റ്റായിട്ട് ഒന്ന് അളവിന് എടുത്ത് വയ്ക്കാം. എന്നിട്ടൊന്ന് ചായയൊക്കെ ഗ്ലാസ്സിലാക്കിയിട്ട് ഒന്ന് കുടിക്കാനാണ് കേട്ടോ. അപ്പോഴേക്കും വെള്ളം ഞാൻ അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് വാട്ടാൻ. അപ്പോഴേക്കും അതൊന്ന് തിളച്ചപ്പോൾ ഞാൻ അത് ഒന്ന് വാട്ടിയെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മെല്ലെ ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വരാം. അപ്പോൾ ആശുക്കുട്ടി എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ ഒപ്പം ഇരിക്കുന്നുണ്ട്. അവന് ചെവി കടിക്കുകയാണ്, വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ പിണങ്ങിയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ ഇരിക്കുന്നുണ്ട്. പിന്നെ അയാനുക്കുട്ടൻ മദ്രസയ്ക്ക് പോയിട്ടുണ്ട്. അവന് 8 മണിയാകുമ്പോൾ വരും.
വന്നത് അവനക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ഒന്ന് റെഡിയാവുന്നു. അപ്പോഴേക്കും വൈകും, മെല്ലെ ആവുള്ളൂ. ആദമിന് വന്നിട്ട് വൈകുന്നേരമാണ്. അവനവിടെ ഉണ്ട്. അവന് കുട്ടീനെ നോക്കിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അവനവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. അവനൊരു രാവിലെ ആയിക്കഴിഞ്ഞാൽ അവനക്കൊരു വാക്കിംഗ് ഉണ്ട്. വീട്ടിൽ തന്നെയാണ്. കുറച്ച് ഇവിടെ നിന്നുകൊണ്ട് അതുവരെ നടക്കണം, അവിടെ നിന്നുകൊണ്ട് നടക്കണം. പുറത്തൊന്നും നടക്കില്ല, ഉള്ളിൽ തന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരാൾ. അപ്പോൾ ഞാനിവിടെ അടുക്കളയിൽ കിച്ചണിൽ ജോലിയിൽ. ഇങ്ങനെയാണ് രാവിലത്തെ ഒരു മോർണിംഗ് റൊട്ടീന് ആദമിൻ്റെ. അങ്ങനെ നൂലിപ്പുട്ടൊക്കെ പീച്ചിയപ്പോൾ ഞാനതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ആയിക്കോട്ടെ. നമ്മൾ തൊട്ട് പോയിട്ട് ചേച്ചിൻ്റെ അവിടെ നിന്ന് പോയി കറിവേപ്പില പറിച്ച് തരാണ് ഇപ്പോൾ എനിക്ക്. അപ്പോൾ കറിവേപ്പിലയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ ഇതുപോലെ പറിച്ചിട്ട് ബോക്സിലാക്കിയിട്ട് കഴിയുമ്പോൾ അങ്ങനെ പറിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ബോക്സിലാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇനി ഞാൻ തേങ്ങ ഒന്ന് ചിരവിയെടുക്കട്ടെ. അത് കറിക്കുള്ളതാണ് കേട്ടോ, കടലക്കറിക്കൊന്ന് കൂട്ടിയെടുക്കാനാണ്. അപ്പോൾ അതൊന്ന് ചിരവാം. ഇനി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കുക കറി. അതിന് ശേഷം നല്ല തിള വന്നിട്ട് നമുക്ക് അരച്ച തേങ്ങ അതിൽ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി സെറ്റായി. അതിൻ്റെ ഇടയിൽ നൂലുപുട്ടൊക്കെ ആയപ്പോൾ ഞാനതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവർക്ക് വിശന്നു. അപ്പോൾ ഞാനത് വേഗം നൂലുപുട്ടൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് അവർക്ക് പ്ലേറ്റിലാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനും അവൻ്റെ ഒപ്പം പിന്നെ കഴിച്ചു. പിന്നെ അടുത്ത ഓരോ പണിയിലേക്ക് പോവാലോ, ഓരോന്ന് ചെയ്യാലോ പറഞ്ഞിട്ട്. പിന്നെ ഉമ്മ വന്നിട്ട് ആശുക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഉമ്മയും അതുപോലെ ഇടയിലെടുത്തിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ട്രിപ്പ് ഒന്ന് നൂലിപ്പുട്ട് ഞാനങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 2 ട്രിപ്പ് കറക്റ്റായി വെച്ചാൽ ഞങ്ങൾക്ക് ധാരാളമാണ്. ചിലപ്പോൾ ബാക്കിയാവും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ രാത്രി ടിഫിനിന് അത് കഴിക്കും പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഉണ്ട്, അതൊന്ന് ബോക്സിലാക്കാണ്ട് പാക്കൊന്ന് മെല്ലെ ഞാൻ നുള്ളിയിട്ട് ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. കറിവേപ്പില ഇല്ലാണ്ട് കറി പറയുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പോൾ എപ്പോഴും കറിവേപ്പില വേണം. ഇല്ലെങ്കിലും വേഗം ആദമിനെ കൊണ്ട് പറിക്കാൻ പറയും, അയാനെ കൊണ്ട് പറയും. ഇല്ലെങ്കിൽ ഉമ്മ ചിലപ്പോൾ പോയി പറിച്ചിട്ട് വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ എന്തായാലും അത് വേണം. നേരത്തെ കട്ടൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെച്ചോളൂ. പിന്നെ ടിഫന് എന്തായാലും ചായ ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ കട്ടൻ വെച്ചിട്ട് പിന്നെ കുട്ടികൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും അവിടെ പോയി ഇരുന്ന് അങ്ങനെ കഴിക്കണം. അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മുറ്റമടിക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പം മുറ്റമടിക്കാൻ എൻ്റെ ഇപ്പം ജോലിക്കാരനുണ്ട്, പേടിക്കാനില്ല. ആശുക്കുട്ടി ഇനിയിപ്പോൾ രാവിലത്തെ ടിഫനൊക്കെ കഴിച്ചു കഴിഞ്ഞതും റെഡിയാക്കി കഴിഞ്ഞാലും നമുക്കൊരു പാത്രം കഴുകൽ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിന് നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാം.
അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ കിച്ചൺ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചോറിനുള്ള വെള്ളവും വെച്ചു. ഇനിയിപ്പോൾ ഞാൻ അലക്കാനിടാൻ പോവാണ് കേട്ടോ. മെഷീനിൽ കുറച്ച് തോനെ തുണിയുണ്ട്, അപ്പോൾ ആവശ്യത്തിന് 2 ട്രിപ്പ് ഇടും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് അലക്കാടും. രണ്ട് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ അലക്കാനിടല്. അപ്പോൾ തോനെ തുണിയാണ് ദിവസം അങ്ങനെ അലക്കാടുക ചെയ്യുക. അന്ന് അലക്കണ ദിവസം ഞാൻ തുടയ്ക്കാറില്ല, ക്ലീൻ ചെയ്തിട്ടൊന്ന് വിടും. ഇല്ലെങ്കിൽ പിന്നെ നന്നായി ഡീപ്പ് ക്ലീൻ ചെയ്യും. അപ്പോൾ തുണികളൊക്കെ അലക്കി വരുമ്പോഴേക്കും നമുക്ക് ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് അവിടേക്കൊന്ന് ഒന്ന് വൃത്തിയാക്കാം. അപ്പോഴേക്കും വെള്ളം നന്നായി ചോറിനുള്ള ചൂടായി അപ്പോൾ അരിയിട്ട് കൊടുക്കാം. ഇനി റൂമൊക്കെ ഒന്ന് അടിച്ച് വിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചിക്കനാണ് കേട്ടോ കൊണ്ടുവന്ന അമ്മ ചിക്കൻ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇനി ചിക്കൻ കറിയൊക്കെ ഒന്ന് വെക്കണം. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് വെന്തപ്പോൾ ഞാൻ ഊറ്റി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ രസവും ചിക്കൻ കറിയൊക്കെ അങ്ങോട്ട് വെച്ചു. അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ, അപ്പോൾ അത് ലോങ്ങായി പോകും. അപ്പോൾ അതൊക്കെ വെച്ചു. പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ തോരാനുള്ള തുണിയൊക്കെ കൊണ്ടുപോയി ഇടുകയാണ്. അങ്ങനെ തോരാനുള്ള തുണിയൊക്കെ ഞാൻ ഇട്ട ശേഷം പിന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. റൂമും ഹാളൊക്കെ അത് ഫസ്റ്റ് തുടച്ചെടുത്ത കുട്ടികളൊക്കെ അങ്ങോട്ട് വൃത്തികേടാക്കും. അപ്പോൾ ലാസ്റ്റ് മെല്ലെ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞോട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ഓക്കെ, ബായ്.